ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദിവ്യകാരുണ്യനാഥ, മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ആത്മാവാൽ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, വലിയ വലിയ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ദിവ്യകാരുണ്യത്തെ ആരാധിച്ചിട താണുണങ്ങിട ആശ്രയിച്ചിട ദിവ്യകാരുണ്യത്തെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു ദിവസമേ ഒരു തഹസിൽദാർ എന്നെ കാണാൻ വന്ന തഹസിൽദാർ. അപ്പം തഹസിൽദാറിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇതുപോലെ പൊടുന്നനെ വന്ന പ്രശ്നമാണ്. ഒരു സുപ്രഭാതത്തിൽ തഹസിൽദാർ സസ്പെൻഷനായി. അപ്പോഴേ സസ്പെൻഷൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സസ്പെൻഷൻ കിട്ടാനുള്ള കാരണം അത് നിങ്ങൾ അറിയണതല്ലാണ്, കൈക്കൂലി വാങ്ങിക്കുന്നില്ലെന്നും ഞാൻ സസ്പെൻഡായത്. കൈക്കൂലി മേടിക്കണില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ ഒരു രീതി എന്ന് പറയണത്, ഒരു യൂണിയനിലും ഇല്ല കക്ഷി ഒരു യൂണിയനിലും ഇല്ല. യൂണിയനില്ലാതെ ഒരുമാതിരിപ്പെട്ടവർക്ക് ഗവൺമെൻറ്റിൽ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇയാളെ കുറച്ച് വേറിട്ട ടൈപ്പ്. പുള്ളി പറയണത്, യൂണിയൻകാരല്ലല്ലോ എനിക്ക് ശമ്പളം തരണത്, സർക്കാരല്ലേ, അതിന് ഞാൻ മാന്യമായിട്ട് ജോലി ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് ശമ്പളം കിട്ടുന്നത്, പിന്നെ യൂണിയൻ്റെ ആവശ്യം എന്ത്? ആ രീതിയിൽ പുള്ളിക്കാരൻ യൂണിയനിലുമില്ല. പിന്നെ വേറൊരു പ്രസവമൊക്കെ പുള്ളി ചെയ്യും. പുള്ളി ചെയ്യുന്ന പ്രസവം എന്ന് പറയണത് ഈ ബന്ദ്, അതുപോലെ തന്നെ ഹർത്താൽ. ഇപ്പോഴല്ലേ ഈ ബന്ധമൊക്കെ കുറഞ്ഞത്, അന്ന് മുട്ടിന് ഹർത്താലായിരുന്നു ഈ മനുഷ്യൻ എൻ്റെ അടുത്ത് വരുമ്പോൾ. അപ്പോൾ ഇത് യൂണിയൻകാർ ഓരോ ഹർത്താലൊക്കെ ഉണ്ടാക്കുമ്പോൾ ആരെല്ലാം ഓഫീസിൽ വന്നില്ലെങ്കിലും ഇയാൾ കൃത്യമായിട്ട് ഓഫീസിൽ വരും. അവസാനം യൂണിയൻകാർക്ക് ഇങ്ങനൊരു കരടായി. ഇവനിട്ടൊരു പണി കൊടുക്കണമല്ല എന്ന് വിചാരിച്ചു. ഒരു സുപ്രഭാതത്തിൽ അവർക്ക് പണി കൊടുക്കാൻ എളുപ്പമാണല്ലോ, കാര്യം വകുപ്പ് മന്ത്രിയും കാര്യങ്ങളെല്ലാം ഇവിടെ കയ്യിൽ തന്നെയായിരിക്കും. പെട്ടെന്ന് വിജിലൻസ് വന്ന് അപ്പം തന്നെ ഡോറെല്ലാം ക്ലോസ് ചെയ്ത് എല്ലാത്തിനെയും പുറത്താക്കി. ഇയാളുടെ മേശവിരി എല്ലാം മേശെടുത്ത് ആക്കുവെല്ലാം മേടിച്ച് എല്ലാ അക്കൗണ്ട് ബുക്കെല്ലാം എടുത്ത് റിപ്പോർട്ട് ബുക്ക് എടുത്ത് അനുദിന സംഭവങ്ങളെല്ലാം എടുത്ത് നോക്കി എല്ലാ സാധനം എടുത്ത് ഓഡിറ്റ് ചെയ്ത് സ്പോട്ടിൽ കുറേ മിസ്റ്റേക്ക് കണ്ടുപിടിച്ച് അപ്പം തന്നെ സ്പോട്ടിൽ സസ്പെൻഷനായി. വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല. പിന്നെ അവർക്ക് പിന്നെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിക്കണേ പിന്നെ തെറ്റിൻ്റെ പ്രത്യേകിച്ച് ആവശ്യമില്ലല്ലോ, തെറ്റാക്കവരുണ്ടായിക്കൊള്ളൂ. അതാണ് വിഷയം, തെറ്റക്കാരുണ്ടായിക്കൊള്ളൂ. കാരണം ആ ബേസിലല്ലേ ഈ ഇപ്പോൾ വന്നിരിക്കണത്. ഇയാൾ വെള്ളത്തിലായി. ഇയാൾക്ക് ഭയങ്കര സങ്കടം. കാര്യം പുള്ളിക്ക് മിനിമം പ്രാർത്ഥനയൊക്കെ ഉള്ള ആളാണ്. ഇപ്പോൾ കുടുംബ പ്രാർത്ഥനയുണ്ട്. ഇത് 96-7 കേസായത്. അപ്പോൾ ഇയാൾ കുടുംബ പ്രാർത്ഥനയുണ്ട്, വൈഫുണ്ട്, 2 മക്കളുണ്ട്. അവർ പള്ളിയിലൊക്കെ പോവും, ഞായറാഴ്ച പള്ളിയിൽ പോവും. അപ്പോൾ ഒരു നോർമൽ കുടുംബമായി ശരിക്കും പറഞ്ഞാൽ. ഞായറാഴ്ച ഒന്നും പുള്ളി മിസ് ചെയ്യത്തില്ല. അപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചതേ, ഞാനിങ്ങനെ വളരെ മര്യാദക്ക് മാന്യമര്യാദക്ക് ജീവിക്കുന്ന ഒരാളാണല്ലോ, സത്യത്തിന് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത്, പക്ഷേ എനിക്കിങ്ങനെ വന്ന് പോയില്ല അച്ഛാന്ന് പറയും. എനിക്കിങ്ങനെ വന്നു. അപ്പോൾ പുള്ളിക്ക് സങ്കടമാണ്. ഞാൻ നിങ്ങളോടൊക്കെ പറയണമെങ്കിലും പുള്ളിക്ക് സങ്കടമാണ്, ധാർമ്മരോക്ഷമാണ് ശരിക്കും. ദൈവത്തോടും രോഷമുണ്ട് പുള്ളിക്ക്. ദൈവത്തിനൊപ്പം ജീവിച്ചിട്ട് ദൈവം എന്നെ സംരക്ഷിച്ചില്ല എന്നുള്ള സങ്കടമുള്ളെങ്കിൽ, ദൈവത്തിനൊപ്പം ജീവിച്ചിട്ടും ദൈവം എന്നെ സംരക്ഷിച്ചില്ലല്ല. എന്നാ കാട്ടാളന്മാർ എല്ലാവരും കൂടി ഒത്തുകൂടിയപ്പോൾ ഞാൻ ഔട്ടായില്ലേ. ഇതെല്ലാം പ്രശ്നം. ഇതിനേക്കാൾ വലിയ പ്രശ്നമുണ്ട്. ഇയാളെ വൈഫിന് താല്പര്യമില്ല. എന്ത്? വൈഫിന് ഇഷ്ടമാണ്, അവർ വരുമ്പോൾ ജീവിക്കുന്നുണ്ട്. പക്ഷെ വൈഫിന് ഇയാളൊരു ആണല്ലെന്നാണ് പറയണത്. വേറെ ഫിസിക്കൽ പ്രോബ്ലം ഒന്നുമില്ല.
പുള്ളി ആണെന്ന് പറയുന്ന ആൾ കൈക്കൂലി വാങ്ങിക്കുന്ന ആളായിരിക്കും, അതാണ് പ്രശ്നം. അത് വേറൊരു വൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ഭാര്യയുടെ അനിയത്തി എക്സൈസ് ഓഫീസറാണ്. ഭാര്യയുടെ അനിയത്തിയുടെ ഈ വൈഫിൻ്റെ അനിയത്തിയുടെ ഭർത്താവ് എക്സൈസ് ഓഫീസറാണ്. അപ്പം അവിടെ നമുക്കറിയാമല്ലേ, കിമ്പിളൊക്കെ കിട്ടും. അവർക്ക് കാറൊക്കെ ഉണ്ട്. മക്കളും അപ്പനും അമ്മയും കൂടിയൊക്കെ ടൂറിനൊക്കെ പോവും. ശനിയാഴ്ചയൊക്കെ അവർ പുറത്തു പോയി ഭക്ഷണം കഴിക്കും. അടിച്ചു പൊളിച്ചുള്ള ജീവിതമാണ്. ഇവർക്ക് കാറൊന്നുമില്ല. അയാൾക്കൊരു പഴയ ലാമ്പി സ്കൂട്ടറാണ് ഉള്ളത്. ഇയാൾക്ക് കൈക്കൂലിയൊന്നും മേടിക്കാത്ത കാരണം ഇയാൾക്ക് ഉള്ള ശമ്പളം കൊണ്ട് അഡ്ജസ്റ്റ്. അപ്പം തന്നെ ഈ അനിയത്തിൻ്റെ വീട്ടിലൊന്നും അടിയന്തരം ഉണ്ടായി ഇവർ പോകത്തില്ല. പോയി അവിടെ പോയി നാറാൻ കഴിയില്ലെന്നും പറഞ്ഞ് പോകത്തില്ല. അവരെ 10 ക്ലാസ് കാണേണ്ടി വരുമല്ലോ എന്ന് ചോദിച്ചിട്ട് ഇവർ ഇങ്ങനെ ഒതുങ്ങിപ്പോവുകയാണ്. ഈ ഒതുക്കത്തിന് മുഴുവൻ കാരണം ഈ മഫനായ ഭർത്താവാണല്ലോ എന്നാണ് ഭാര്യ പറയണത്. അപ്പോൾ ഇപ്പോഴെന്നാ പറ്റി? ആ ശമ്പളവും പോയി. അപ്പോൾ ഇങ്ങനെ വീട്ടിൽ ഒരു വരുവൊക്കെ ഇടായി. അപ്പോൾ ഇതിൻ്റെ പുള്ളിക്ക് വൈഫിനൊരു അവസരം കിട്ടി. അവസരം എന്ന് വെച്ച് കഴിഞ്ഞാൽ മകള് BSc ബോട്ടണിക്ക് പഠിക്കുകയാണ്. അപ്പോൾ അവൾ പറഞ്ഞ് മമ്മിയുമായിട്ടാണ് കണക്ഷൻ എപ്പോഴും പുള്ളിക്ക്. മമ്മി എനിക്ക് ഊട്ടിയിൽ പോകണം, ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോകണം, സ്റ്റഡി ടൂറാണ്, 3000 രൂപയോടെന്ന് പറഞ്ഞു. അപ്പം മമ്മി എടുത്ത് കൊടുക്കണമെന്ന് സാധാരണ അവരുടെ രീതി. പക്ഷേ ഇപ്പം ഡാഡി പ്രതിയല്ലേ, 5 പൈസ കയ്യിലില്ല. അപ്പം ഇങ്ങനെയുള്ള ഈ വലിയ സത്യവാൻ സാവിത്രി കളിച്ചാൽ ജീവിക്കാൻ പറ്റത്തില്ലെന്ന് ഡാഡിയെ മനസ്സിലാക്കാൻ പറ്റിയ ഒരു സമയമാണ് അമ്മക്ക് കിട്ടിയിരിക്കുന്നത്. അമ്മ ഉടനെ മകളോട് പറഞ്ഞു, പോയി ചോദിക്കുക അവിടെ ഇരിപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞു. പോയി ചോദിക്കുക അവിടെ ഇരിപ്പുണ്ടല്ലോ. അപ്പോൾ ഇവിടെ വന്നിട്ട് പറഞ്ഞു, ഡാഡി എനിക്ക് 3000 രൂപ വേണം. അപ്പോൾ ഡാഡി പറഞ്ഞു, ഞാനിവിടെ പോകാൻ എൻ്റെ ശമ്പളം ഇല്ലാതിരിക്കുകയാണ്. അപ്പം അതിന് മറുപടിയും അപ്പുറത്തിരുന്ന് പറയുന്നുണ്ട്. എന്താണ് ഇത്രയും നാൾ വിശുദ്ധി കളിച്ചതിന് കിട്ടിയ അത് പറയാൻ വേണ്ടിയാണ് ഈ മകളെ ഇങ്ങോട്ട് പറഞ്ഞു വിടണത്. എൻ്റെ മക്കളെ, ഇതിൻ്റെ അകത്ത് വരുന്ന വിഷയം കർത്താവ് പറഞ്ഞാൽ ശരി. എന്താണ്? അന്നാളുകളിൽ പെട്ടെന്ന് എന്ത് പറ്റും? നിങ്ങൾ ആരെയും വിശ്വസിച്ചുകൊണ്ടൊന്നും ഒരിക്കലും ഇരിക്കരുത്. പെട്ടെന്ന് എന്താ സംഭവിക്കണത്? പെട്ടെന്ന് സൂര്യൻ തണുത്തു പോകും. അതാണ് വിഷയം. സൂര്യൻ തണുത്തുള്ള അവസ്ഥ എന്തായിരിക്കും? സൂര്യൻ്റെ ചൂട് കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. എങ്ങനെ സൂര്യൻ തണുത്ത മൊത്തം മരവിച്ചു, ജീവിതം മരവിച്ചു പോകും പൊടുന്നനെ. അതാണ് ജീവിതം. സൂര്യൻ തണുത്തു പോകും. പിന്നെന്താ പറയണത്? ഈശോ എന്താ പറഞ്ഞിരിക്കണത്? ചന്ദ്രൻ പ്രകാശം തരത്തില്ല. ആ വിഷയം. ഇപ്പം സഹസാറ് 2 കുത്ത്. ഭാര്യയാണ് അവിടെ ഉണ്ടായിരുന്ന സൂര്യൻ. എന്ത് പ്രശ്നം വന്നാലും താങ്ങാനുള്ളത് ഭാര്യയായിരുന്നു. അവരിപ്പോൾ സൂര്യനായിട്ട്, പക്ഷെ അവരിങ്ങനെ ഇഷ്യൂ വന്നപ്പോൾ പ്രകാശം തരുന്നില്ല. സൂര്യൻ പ്രകാശം തരുന്നില്ല. പിന്നെന്താണ്? ചന്ദ്രൻ, മകളാണ് അവിടെ നിൽക്കണത്. മകളും അതായത് എന്തെങ്കിലും സംഭവം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഞാൻ എപ്പോഴും ചെയ്യണത്, ജനങ്ങളെ എപ്പോഴും ഞാൻ ഡിറ്റാച്ച് ചെയ്യും. ജനങ്ങളെ എപ്പോഴും ഡിറ്റാച്ച് ചെയ്തിട്ട് ഒരു യുദ്ധത്തിന് തയ്യാറായി നിൽക്കാൻ പറയും എപ്പോഴും ആൾക്കാരോട്. ഞാൻ പറയണതല്ല, കർത്താവ് ആ ഒരു ലെവലിലാണ് പറയണത്. അറ്റാച്ച് ചെയ്യുന്നവരോട് എപ്പോഴും പറയുന്നത്, നിങ്ങൾ ഡിറ്റാച്ച് ആയിരിക്കണം, പണി ഏത് സമയത്തും വരുന്നുണ്ടെന്ന് പറയും. എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ കാരണം അമിതമായി നിങ്ങൾ ആരെയും ആശ്രയിക്കരുത്. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഇനി വിശുദ്ധാൽത്താരയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യം പറയുവാനായി എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിച്ച ഈശോയ്ക്കും അമ്മയ്ക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് അനുപമ ജെയ്സൺ. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ സെയിൻറ്റ് ആൻ്റണീസ് ചർച്ച് പുറത്തൂർ ആലപ്പാട് അംഗമാണ്. ഇതെൻ്റെ അപ്പൻ ജെയ്സൺ, ഇതെൻ്റെ അമ്മ ലിസി. ഞങ്ങളിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2022 ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അപ്പനാണ് ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുത്തത്. ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു സ്വപ്നമായിരുന്നു ഞങ്ങളുടെ ഭവനം എന്ന് പറയുന്നത്. ഏകദേശം ഞങ്ങൾ താമസിച്ചിരുന്ന ഭവനത്തിന് 50 കൊല്ലത്തോളം പഴക്കമുണ്ടായിരുന്നു. ഒട്ടും വാസയോഗ്യമായിട്ടുള്ളൊരു ഭവനമായിരുന്നില്ല ഞങ്ങളുടെ. വെള്ളപ്പൊക്കത്തിന് ശേഷം തീരെ അതിലൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അറ്റകുറ്റപ്പണികൾ ഞങ്ങൾ ചെയ്തിരുന്നെങ്കിലും ഒട്ടും ഞങ്ങൾക്ക് താമസിച്ച് പോരാൻ പറ്റാത്ത രീതിയായിരുന്നു. അപ്പം ഞങ്ങൾ സ്വന്തമായിട്ടൊരു ഭവനം വേണം എന്ന അതിയായ ആഗ്രഹം കൊണ്ടാണ്
ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതും ഉടമ്പടി എടുത്തതൊക്കെ. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ കുറേ നാൾ പ്രാർത്ഥിച്ചു. ഉടമ്പടി ഉപ്പ് വീടിന് 4 അതിരുകളിലും ഞങ്ങൾ വെതറി എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച്, പക്ഷെ ഞങ്ങളുടെ കയ്യിൽ 1 രൂപ പോലും സാമ്പത്തികമായിട്ട് എടുക്കാനുണ്ടായിരുന്നില്ല. 1 രൂപ പോലും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ എങ്ങനെ വീട് പണി തുടങ്ങും, എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകും, ഇതൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അമ്മയുടെ അടുത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചത്, അമ്മയ്ക്ക് അനുയോജ്യമാണ് എന്നുണ്ടെങ്കിൽ മാത്രം ഞങ്ങൾക്കൊരു ഭവനം തരിക എന്നതായിരുന്നു. പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് 2023 2 കുറി അടുപ്പിച്ച് 2 കുറി 10 ലക്ഷത്തിൻ്റെ 2 കുറി ഞങ്ങൾക്ക് ലഭിച്ചു. അപ്പം ഞങ്ങൾക്ക് ഒരു അടയാളം കിട്ടി. അമ്മ ആഗ്രഹിക്കുന്നതാണ് ഞങ്ങളുടെ ഭവനം, ഞങ്ങൾക്ക് ഒരു ഭവനം വേണമെന്ന് അമ്മയുടെ ആഗ്രഹമാണ് എന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി കിട്ടി. പിന്നീടും ഞങ്ങൾക്ക് ഒരടയാളം കൂടി വേണം എന്നുള്ളത് ഒരിതായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒന്നും കൂടിയും പ്രാർത്ഥിച്ചു. ഉപ്പ് വെതറി 4 സ്ഥലത്തും 4 അതിരിലും ഉപ്പ് വെതറി ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അമ്മേ, ഇത് ഞങ്ങൾക്ക് യോഗ്യത തന്നെ ഉള്ളതാണോ എന്ന് ഞങ്ങൾക്ക് ഒന്നുകൂടി ഉറപ്പ് തരണേ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങളുടെ വീട് പൊളിക്കാൻ വന്ന ആൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ഒരു വ്യക്തിയായിരുന്നു ഞങ്ങൾക്ക് വീട് പൊളിക്കാൻ വന്നിട്ടുള്ള ആൾ. ഞങ്ങളുടെ അങ്ങനെ വീടിൻ്റെ പണി ആരംഭിച്ചു. 2024 മാർച്ച് 13 ഞങ്ങളുടെ വീടിന് കല്ലിടലായിരുന്നു. ഞങ്ങൾ ഉടമ്പടി വസ്തുക്കളായ ഉപ്പ്, കാശുരൂപം ഇതെല്ലാം വെച്ചിട്ടാണ് ഞങ്ങളുടെ വീടിൻ്റെ തറക്കല്ലിട്ടത്. 1 കൊല്ലത്തിനുള്ളിൽ എങ്ങനെയാണ്, ഏത് രീതിയിലാണ് ഞങ്ങൾക്ക് സാമ്പത്തികം കിട്ടിയതെന്ന് ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. കാരണം ഓരോ ആവശ്യത്തിനും ഓരോ ഇതിനും ഞങ്ങളുടെ അമ്മ ഈശോയും ഞങ്ങൾക്ക് കൃത്യസമയത്ത് ആളുകളിലൂടെ ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾ വേറൊരാളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങാം, അങ്ങനത്തെ ഇത് പാടില്ല അമ്മയെന്ന് ഞങ്ങൾ തീർത്തും വിശ്വസിച്ചിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു അമ്മയുടെ അടുത്ത്. അതുവഴി ഞങ്ങളുടെ തന്നെ പൈസ കൊണ്ട് അമ്മ ഞങ്ങൾക്ക് ഭവനം പണിയാൻ വേണ്ടിയിട്ട് ഒരു അനുഗ്രഹം തന്നു. ഇപ്പോൾ കഴിഞ്ഞ 2025 നവംബർ 22 ഞങ്ങളുടെ പുതിയ വീടിൻ്റെ പാലുകാച്ചലായിരുന്നു. ഞങ്ങളിപ്പോൾ പുതിയ വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അമ്മയ്ക്കും ദൈവത്തിനും 1000 നന്ദി. രണ്ടാമത് എൻ്റെ അപ്പൻ്റെ ഒരു ജോലി ആവശ്യമായിരുന്നു ഉടമ്പടിയിൽ വെച്ചിരുന്നത്. അപ്പൻ വന്ന് ഉടമ്പടി പുതുക്കി 1 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ നാളായിട്ട് നല്ലൊരു ജോലി, മെച്ചപ്പെട്ടൊരു വരുമാനം ഇതൊക്കെ ആഗ്രഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. പക്ഷേ വയസ്സ് അത് ഒരു വെല്ലുവിളിയായിരുന്നു ഞങ്ങളുടെ മുന്നിൽ. കാരണം അപ്പന് 56 വയസ്സ്, ഇനി പുറത്തേക്ക് പോകാൻ ചാൻസ് ഇല്ല. കാരണം എല്ലാ ഇൻ്റർവ്യൂകളും റിജക്ഷൻ വരും, ഒക്കെ ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വെച്ചതും അങ്ങനെ തന്നെ എല്ലാ ജോലികളും എല്ലാതും ഞങ്ങൾക്ക് റിജക്ഷനായിരുന്നു വയസ്സിൻ്റെ ഇത് കാരണം. ഞങ്ങളങ്ങനെ അപ്പനോട് വന്ന് ഉടമ്പടി പുതുക്കി 1 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പത്രത്തിൽ ഇങ്ങനെ ഒരു പരസ്യം വന്നു. ഒരു ഹോട്ടലിൽ ഒരു മാനേജറുടെ പോസ്റ്റ്. ഞങ്ങൾ എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ച് ഞങ്ങൾ കൊടുത്തു. ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് അപ്പൻ ഉടമ്പടി വസ്തുക്കളായ കാശുരൂപം അപ്പൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പൻ ഉടമ്പടി എടുത്തതാണ്. ഉടമ്പടി കാശുരൂപം കയ്യിലുണ്ടായിരുന്നു. ഉപ്പ്, വെഞ്ചിച്ച ഉപ്പ് കയ്യിലുണ്ടായിരുന്നു. തൈലമെല്ലാം പുരട്ടിയിട്ടാണ് അപ്പൻ ഇൻ്റർവ്യൂവിന് പോയത്. അന്ന് രാവിലെ ഇൻ്റർവ്യൂവിന് അല്ലാതും അവിടെ ചെന്നിട്ടായിരിക്കും ഇൻ്റർവ്യൂ, സ്ഥലത്ത് ചെന്ന് നേരിട്ടായിരിക്കും ഇൻ്റർവ്യൂ എന്നാണ് പറഞ്ഞത്. പക്ഷെ അന്ന് രാവിലെ എല്ലാവർക്കും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഓൺലൈനായിട്ടായിരിക്കും ഇൻ്റർവ്യൂ എന്ന്. ഓഫ്ലൈൻ ആയിരിക്കില്ല, ഓൺലൈനായിട്ടായിരിക്കും ഇൻ്റർവ്യൂ എന്ന് മെസ്സേജ് കിട്ടി. പക്ഷെ എൻ്റെ അപ്പന് മാത്രം ആ മെസ്സേജ് വന്നില്ല. അപ്പൻ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ആ മാഡം പറഞ്ഞു, എന്തായാലും ഇൻ്റർവ്യൂവിന് വന്നതല്ലേ, നമുക്ക് ഇൻ്റർവ്യൂ ചെയ്യാമെന്ന് പറഞ്ഞു. എൻ്റെ അപ്പനെ മാത്രമാണ് നേരിട്ട് ആ മാഡം ഇൻ്റർവ്യൂ ചെയ്തത്. അപ്പൻ ഉപ്പ് ആ ഇൻ്റർവ്യൂവിന് കയറുന്നതിന് മുമ്പ് അവിടെ വെതറിയിരുന്നു. അങ്ങനെ ആൾ പറഞ്ഞു അറിയിക്കാം, വെയിറ്റ് ചെയ്യൂ, അറിയിക്കാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു മാസം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് വിളി വന്നു, നിങ്ങൾക്ക് ജോലി ശരിയായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വിളി വന്നത്. അതും ഏകദേശം 40 വർഷത്തോളമായിട്ടുണ്ട് ആ കമ്പനി. മസ്കറ്റിലാണ് ആ കമ്പനി. 40 വർഷത്തോളമായിട്ട് സേവനം ചെയ്യുന്ന ഹോട്ടലാണ്. ഇന്നേ വരെ വിളിക്കാത്തൊരു പോസ്റ്റ്. അത് എൻ്റെ അപ്പന് വേണ്ടി മാത്രമായിട്ട് എൻ്റെ അമ്മയും ഈശോയും തരാണ് ചെയ്തത്. ഇന്നേ വരെ ഹോട്ടൽ മാനേജർ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് അവിടെ ഉണ്ടായിരുന്നില്ല. ആ ഒരു പോസ്റ്റിലേക്കാണ് എൻ്റെ അപ്പന് ഈശോ ജോലി തന്ന് അനുഗ്രഹിച്ചത്. എൻ്റെ അമ്മ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നതായിരുന്നു,
ജപമാല റാലി 2024 ജപമാല റാലിക്ക് മുമ്പ് എൻ്റെ അപ്പന് ജോലി കിട്ടണമെന്ന്. ജപമാല റാലിക്ക് മുമ്പ് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒക്ടോബർ 17-ാം തീയതി എൻ്റെ അപ്പൻ്റെ വിസ വരികയും 18-ാം തീയതി എൻ്റെ അപ്പൻ അവിടെ ജോലിയിൽ കയറുകയും ചെയ്തു. എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും 1000 ഞാൻ നന്ദി പറയുന്നു. മൂന്നാമതായിട്ട് എൻ്റെ ജോലിയുടെ സംബന്ധമായിട്ടുള്ള സാക്ഷ്യമാണ്. ഞാൻ 2024 മെയ് മാസത്തിലാണ് ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തത്. എൻ്റെ പരീക്ഷ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ പഠിച്ചത് മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ എന്ന കോഴ്സാണ്. അപ്പം ഞങ്ങളുടെ കോഴ്സിൽ 6 മാസമെങ്കിലും ട്രെയിനിങ് ഇല്ലാതെ ഞങ്ങൾക്ക് സ്റ്റാഫായിട്ട് സാലറി വിത്ത് ജോലി ഞങ്ങൾക്ക് കിട്ടില്ല. മാക്സിമം 6 മാസമെങ്കിലും ഞങ്ങൾക്ക് ട്രെയിനിങ് പീരീഡ് വേണം. ഞാൻ ഒരു 3 മാസം ട്രെയിനിങ് നടത്തി. 3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ കൊടുത്തിട്ട് പോലും ഇല്ലാത്ത ഒരു ഹോസ്പിറ്റലിലേക്ക് എനിക്ക് എന്നെ ഇൻ്റർവ്യൂവിന് വിളിക്കും. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ പോയതായിരുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ പോയപ്പോൾ വിളിക്കുക പോലും ചെയ്യാത്ത ഒരു ഇൻ്റർവ്യൂ, ആ ഇൻ്റർവ്യൂവിന് എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു. ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് ഈ ചോദിച്ചാൽ എനിക്ക് ഒന്നും അറിയില്ല, എന്താ പറയണ്ടേ എങ്ങനെ പറയണ്ടേന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ എന്ന് പറഞ്ഞു. അത് ഈശോയുടെ വിശുദ്ധ ഉപ്പും അമ്മയുടെ കാശുരൂപവും കയ്യിലും മുറുക്കി പിടിച്ചിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിന് കയറിയത്. പക്ഷേ ഒരു ചോദ്യം പോലും എന്നോട് അവർ ചോദിച്ചില്ല. നേരെ എന്നെ മാനേജറുടെ റൂമിൽ കൊണ്ടുപോയി എന്നോട് ചോദിച്ചു, എന്ന് കയറാൻ പറ്റും നിനക്കെന്ന് ചോദിച്ചു. അങ്ങനെയാണ് എനിക്ക് 3 ദിവസം കഴിഞ്ഞപ്പോൾ അവർ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു, അനുപമ നിന്നെ സ്റ്റാഫായിട്ട് ഞങ്ങൾ സെലക്ട് ചെയ്യാണ്, വിത്ത് സാലറി ഞങ്ങൾ സ്റ്റാഫായിട്ട് സെലക്ട് ചെയ്യുകയാണ് എന്ന് പറഞ്ഞു. 6 മാസം ട്രെയിനിങ് കഴിഞ്ഞാൽ മാത്രമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫീൽഡിൽ ഒരു ജോലി കിട്ടുന്നത്. പക്ഷേ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ എനിക്ക് 3 മാസം കൊണ്ട് എനിക്ക് വിത്ത് സാലറി എനിക്കൊരു ജോലി, നല്ലൊരു ഹോസ്പിറ്റലിൽ എനിക്കൊരു ജോലി തന്ന് എൻ്റെ അമ്മ എന്നെ അനുഗ്രഹിച്ചു. 4മതായിട്ട് എൻ്റെ രോഗശാന്തിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് ചെവിയിൽ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. ഒരു 3 വർഷത്തോളമായിട്ട് എനിക്ക് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഡോക്ടറെ കണ്ടിട്ടും ഇൻഫെക്ഷനൊന്നും മാറുന്നില്ല. ഞാനിവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എന്നും സ്ഥിരമായിട്ട് ഉടമ്പടി തൈലം ഞാൻ ചെവിയിൽ പുരട്ടുമായിരുന്നു. ചെവിയിൽ പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ഏകദേശം 1 കൊല്ലത്തോളമായിട്ട് എനിക്ക് എൻ്റെ ചെവിയിൽ ബുദ്ധിമുട്ടോ ഇൻഫെക്ഷനോ അങ്ങനെ ഒരു കാര്യങ്ങളും ഇതുവരെയായിട്ടും വന്നിട്ടില്ല. ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു ആ വിശുദ്ധ തൈലത്തിൻ്റെ രക്ഷ കൊണ്ടാണ് എൻ്റെ ചെവിയിൽ ഇൻഫെക്ഷൻ മാറിയതെന്ന്. 5മതായിട്ട് എൻ്റെ അമ്മയുടെ രോഗശാന്തിയെ പറ്റിയാണ് പറയുന്നത്. എൻ്റെ അമ്മ 2023 വന്നിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ ഇടയായത്. എൻ്റെ അമ്മയ്ക്ക് ഏകദേശം ഒരു 10-20 കൊല്ലത്തോളമായിട്ട് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. ഇൻഫെക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല, കാരണം യൂറിൻ ഒട്ടും പോവില്ല. ഇഞ്ചക്ഷനുകളൊക്കെ അടിച്ചാൽ മാത്രമേ എൻ്റെ അമ്മയ്ക്ക് യൂറിൻ പിന്നെ പോവുള്ളൂ. അത്രയധികം പഴുപ്പ് ഇങ്ങനെ വന്നിട്ടുള്ള അവസ്ഥയായിരുന്നു എൻ്റെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ 23 വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു. നേരെ എൻ്റെ അമ്മ പോയത് ആശുപത്രിയിലേക്കാണ്, കാരണം അത്രയും കൂടി. പിന്നെ അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ അമ്മയ്ക്ക് ഒരു യൂറിൻ പോകാൻ ബുദ്ധിമുട്ടോ ഇൻഫെക്ഷനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അന്ന് തൊട്ട് എൻ്റെ അമ്മ ഉടമ്പടി തൈലം എൻ്റെ അമ്മയുടെ അടിവയറ്റിൽ പുരട്ടും. അതുപോലെ തന്നെ എന്നും രാവിലെ വെള്ളത്തിൽ ഉപ്പിട്ട് കഴിക്കും. ഇന്ന് വരെ എൻ്റെ അമ്മയ്ക്ക് ഇൻഫെക്ഷൻ വരികയോ മൂത്രം പോകാൻ തടസ്സം അനുഭവപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. പ്രേക്ഷിത പ്രവർത്തനമായി ഞങ്ങൾ ചെയ്തിരുന്നത്, ഇവിടെ നിന്ന് കിട്ടുന്ന പത്രം ഞങ്ങൾ എല്ലാ ഇടവകകളിലും പോയിട്ട് എല്ലാ വീടുകളിലും ഞങ്ങൾ നടന്നു കൊടുക്കുകയാണ് ചെയ്യാറ്. ഇവിടുത്തെ ധ്യാനം, ചൊവ്വാഴ്ചകളിലെ ധ്യാനം കൂടാറുണ്ട്, അത് ഷെയർ ചെയ്യും, സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങൾ ചെയ്തിരുന്നത്, പറ്റാവുന്ന ദിവസങ്ങളിലൊക്കെ ഒരു പൊരി ചോറ് ആർക്കെങ്കിലും ഒരു ദിവസം ഞാൻ ജോലിക്ക് പോകുമ്പോഴോ അങ്ങനെ എപ്പോഴെങ്കിലും ഞങ്ങൾ കൊണ്ടു കൊടുക്കും. അതുപോലെ വീടിനടുത്ത് ഒരു വൃദ്ധസദനത്തിൽ പോയിട്ട് അവിടുത്തെ അമ്മമാരുടെ ശുശ്രൂഷകൾ ചെയ്യുക, അടിച്ചു വാരുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട്. എന്നും ഞങ്ങൾ കുടുംബ പ്രാർത്ഥന, ഞങ്ങൾക്ക് ഉടമ്പടി എടുത്തതിലൂടെ ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമാണ് കുടുംബ പ്രാർത്ഥന. ഒരു ദിവസം പോലും ഞങ്ങൾ കുടുംബ പ്രാർത്ഥന ഇതുവരെയായിട്ടും മുടക്കിയിട്ടില്ല. ആദ്യം ഞങ്ങൾ എവിടെയെങ്കിലും പോയി വന്നു കഴിഞ്ഞാൽ കുടുംബ പ്രതിഷ്ഠ ചൊല്ലി കുരിശ് വരച്ച് ഒക്കെ ചെയ്യാറ്. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ ഇന്ന് വരെ കുടുംബ പ്രാർത്ഥന ഇതുവരെയായിട്ടും ഞങ്ങൾ മുടക്കിയിട്ടില്ല. എന്ത് നേരം വൈകിയാലും, എത്ര രോഗം എത്ര വയ്യായാലും കുടുംബ പ്രാർത്ഥന ചൊല്ലിയിട്ടേ ഞങ്ങൾ കിടക്കാറുള്ളൂ.
എന്നും പള്ളിയിൽ ഞായറാഴ്ചകളിൽ മാത്രമാണ് ഞങ്ങൾ പള്ളിയിൽ പോയിരുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾക്ക് പള്ളിയിൽ പോകാനുള്ള ഒരു അനുഗ്രഹം ഈശോ തന്നു. ഉപ്പും തൈലവും ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കാറുണ്ട്. ഞങ്ങളുടെ പുതിയ വീട് പണിതപ്പോൾ ഓരോ ഘട്ടത്തിലും ഞങ്ങൾ ഉപ്പ് വെതറി യോഗ്യത ഉള്ളതാണോ എന്നറിയാൻ വേണ്ടി ഉപ്പ് വെതറിയിട്ടാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങളുടെ പണി എന്നും തുടങ്ങിയിട്ടുള്ളത്. ഇതാണ് എൻ്റെ സാക്ഷ്യം. ദൈവത്തിനും മാതാവിനും ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഞങ്ങൾ ഏകദേശം ഞങ്ങൾക്കിവിടെ ഉടമ്പടി എടുപ്പിക്കാൻ വേണ്ടി പുതിയ ആൾക്കാർ ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഭാഗ്യവും ഈശോ തന്നു. അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയുവാൻ ഒരു യോഗ്യതയുമില്ലാത്ത എനിക്കും എൻ്റെ മക്കൾക്കും ഇതിന് ഒരു അവസരം തന്നതിന് മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ഷെറിൻ. ഞാൻ ആലുവയ്ക്കടുത്ത് ചൊവ്വരയിൽ നിന്ന് വരുന്നു. ഞാൻ 2019 ആദ്യമായി ഉടമ്പടി എടുത്തത്. എനിക്ക് എൻ്റെ കൈ പൊന്തുകയില്ലായിരുന്നു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ. അത് എപ്പോഴാണ് മാറിപ്പോയതെന്നൊന്നും എനിക്ക് അറിയില്ല. പിന്നെ എൻ്റെ മകൻ അന്ന് 10ാം ക്ലാസ്സിലാണ്. അപ്പോൾ പഠിക്കാനൊക്കെ മോശമായിരുന്നു. അപ്പോൾ അവന് വേണ്ടിയിട്ട് ഞാൻ ഉടമ്പടി എടുത്തു. അവൻ 80% എത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ എനിക്ക് ഇവിടെ കയറി നിന്ന് പറയാനുള്ള പേടിയുണ്ട്. ഞാൻ അന്ന് മാതാവിനോട് പറഞ്ഞു 80% അവൻ എത്തില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ 80% അവന് കിട്ടുകയാണെങ്കിൽ കിട്ടിയാൽ മാത്രമേ ഞാനിവിടെ കയറി നിന്ന് പറയുള്ളൂ എന്ന് മാതാവിനോട് പറഞ്ഞു. പക്ഷേ മാതാവ് എനിക്ക് ഇവിടെ കയറി നിന്ന് പറയണം എന്നുള്ളതുകൊണ്ട് 82% മാർക്കാണ് അന്ന് തന്നത്. പിന്നെ എൻ്റെ മകൾ അയന, കുഞ്ഞ് ലിയാൻഡ്രോ, ഇത് മകൻ ജോസഫ് അതുൽ പോൾ. എൻ്റെ മോൻ വിളിക്കുകയാണ്, അമ്മ എനിക്ക് പെട്ടെന്ന് എന്താണാവോ കാലിനും കൈക്കും എന്തോ ഒരു വിഷമം പോലെ, എനിക്കിങ്ങനെ എന്തോ കുഴച്ചിൽ പോലെ വരണം. അപ്പോൾ ഞാൻ പറഞ്ഞു ചിലപ്പോൾ അപ്പോൾ ആ 2 ദിവസം അവന് ഇത്തിരി വർക്ക് ഉണ്ടായിരുന്നു, ഇലക്ട്രിക്കിൻ്റെ വർക്ക്. അവൻ ഇത് അപ്രൻറ്റീഷിപ്പിന് കയറിയൊക്കെ ആയിരുന്നു. അതും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ജമാല റാലിക്ക് കിട്ടിയതാണ്. അതും എറണാകുളത്ത് തന്നെ കിട്ടി. മോളും എറണാകുളത്ത് ലക്ഷ്മി ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ ഈ 4 മാസത്തോളം മോനാണ് ഭക്ഷണങ്ങൾ, എൻ്റെ അമ്മയുടെ അനിയത്തിരി വീട് അവിടെയുണ്ട്, അവിടെ നിന്ന് എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ട് തന്നിട്ടാണ് അവൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയുള്ളൊരു മോനാണ്. അപ്പോൾ തലേദിവസം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കും, നീ എന്ന കാലത്ത്. അപ്പം അളിയൻ കൊച്ചു പറഞ്ഞ് അവനെ വന്ന് കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു വേണ്ട, ഞാൻ രാവിലെ വരാമെന്ന് പറഞ്ഞ് രാവിലെ വന്ന് കഴിഞ്ഞ് ഹോസ്പിറ്റൽ അവിടെ അന്ന് ജനറൽ ഹോസ്പിറ്റലിൽ കാണിക്കും. ഇവിടെ ആവുമ്പോൾ പിന്നെ എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേനും പോവാൻ നേരം വൈകുമല്ലോ, കുറേ നാളായാലും ഇവിടെ കിടക്കണത്. അപ്പം ജനറലിൽ കാണിച്ചിട്ട് നമുക്ക് വേഗം പോകാമെന്ന് വിചാരിച്ചു. ജനറൽ ഹോസ്പിറ്റലിൽ കാണിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സി ടി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സി ടിയിൽ എന്തോ പ്രശ്നം കാണുന്നു, വേഗം ഇവിടെ നിന്ന് കൊണ്ടുപോക്കും കളമശ്ശേരിയിൽ കൊണ്ടുപോയി. അപ്പം തന്നെ MRI എടുക്കും, നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് വേഗം ആംബുലൻസ് വിളിച്ച് കൊച്ചിനെ അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഭയങ്കര തിരക്ക്, ഒരു കാര്യവും നടക്കില്ലല്ലോ. അപ്പം കൊച്ച് അപ്പത്തേനും അവൻ്റെ ഒരു വശം ഇങ്ങനെ തളർന്നു പോലത്തെ അവസ്ഥയായി, വീൽ ചെയറിലായി. അവിടെ നിന്ന് ആംബുലൻസ് വിളിച്ച് ആംബുലൻസിൽ അവനെ ഇവിടെ എത്തി. പിന്നെ ലിസി എത്തിയപ്പോഴത്തേനും അവന് എനിക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥ വന്ന് കിടപ്പായി. അപ്പം മാതാവ് എന്നെ ജപമാല അത്ര എത്തിച്ചത് എൻ്റെ മകന് ഇത് വേണ്ടിയിട്ടായിരുന്നു. അപ്പം ഞാൻ എത്തിച്ച് ഐസിൻ്റെ ഫ്രണ്ടിലിരുന്ന് ജപമാല എത്തിച്ച് ഡോക്ടർ പറഞ്ഞു 3 മാസം കഴിയാതെ അവൻ എഴുന്നേറ്റ് നടക്കില്ല എന്ന് പറഞ്ഞ്. പക്ഷേ ബ്രെയിനിനുള്ള ഇഞ്ചക്ഷൻ എടുക്കണം. അപ്പം എനിക്ക് ആദ്യം ഇവിടെ ഓരോരുത്തർ സാക്ഷ്യം പറയും, എനിക്ക് തോന്നുമായിരുന്നു ലക്ഷങ്ങളുടെ കണക്ക് പറയുമ്പോൾ ഒന്നറിയാണ്ട് എങ്ങനെ ഇത്ര ലക്ഷങ്ങൾ കടം വീട്ടാൻ പറ്റും എന്നൊക്കെ പറയുമ്പോൾ ഞാൻ തോന്നുന്നു അതൊക്കെ നമ്മുടെ തോന്നലാണ് എന്ന് മനസ്സിൽ ഇങ്ങനെ ഓരോരുത്തരുടെ സാക്ഷ്യം. പിന്നെ അങ്ങനെ ഇത്ര ലക്ഷങ്ങളുടെ കാര്യങ്ങൾ വരല്ലേ എന്ന് തോന്നും. ഞാൻ ആ ഒരു സ്റ്റേജിൽ നിന്നപ്പോൾ എനിക്ക് തോന്നി മാതാവ് ഇത്രമേൽ അനുഗ്രഹം. ഓരോ ഇഞ്ചക്ഷൻ 3.25 ലക്ഷം അങ്ങനെ ടെസ്റ്റുകളുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ വിചാരിക്കും ഒരു വികാരമില്ലാതെ നിന്നും ആൾക്കാർ അങ്ങനെ നിൽക്കണമെന്ന് പറയുമ്പോൾ തോന്നും പിന്നെ ഇതൊക്കെ അറിഞ്ഞിട്ട് ഒരു വികാരമില്ലാതെ നിൽക്കല്ലേ എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ആ ഒരു അവസ്ഥയിൽ നിന്നപ്പോൾ എനിക്ക് തോന്നി
എത്ര അത്ഭുതം മാതാവ് ഇവിടെ ചെയ്യണത്. ഇനി ഞാൻ ഒന്നും അറിയില്ല, ലക്ഷങ്ങളുടെ കണക്ക് പറഞ്ഞിട്ടാ എങ്ങനെ ആ കടങ്ങളൊക്കെ കൊടുത്ത് പൈസകളൊക്കെ എങ്ങനെ ഇതൊക്കെ നടന്നു പോകുന്നതെന്ന് എനിക്കിപ്പോഴും അത്ഭുതമാണ്. അത് ഇവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും വളരെ ശരിയായ കാര്യങ്ങളാണ്. മാതാവ് അങ്ങനെ ഒരു അത്ഭുതം. ഇതായി മോൻ 3 മാസം എന്ന് പറഞ്ഞിട്ട് ഇഞ്ചക്ഷൻ എടുത്ത് പിറ്റേ ദിവസം തുടങ്ങി ഇവൻ്റെ കൈ, ഞാൻ എന്നും ചെല്ലുമ്പോൾ ഈ മാതാവിൻ്റെ ഇത് ഇവനെ കൈമ പിടിപ്പിക്കും, നെറ്റിയിൽ കുരിശ് വരപ്പിക്കും. IC കയറി കാണുമ്പോൾ അവന് പേര്. പിന്നെ ഒരു കാര്യം, ആൾക്കാർ ഇവിടെ ഓരോ പേര് പറയുമ്പോൾ ഞാൻ ഓർക്കും, എൻ്റെ പോലെ ഇതൊക്കെ എന്ത് രോഗമാണ്, മനുഷ്യരോട് എങ്ങനെ പറയും എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ മോൻ ആ ഒരു രോഗം വന്നു കഴിഞ്ഞപ്പോൾ പ്രതിരോധശേഷി എതിരായിട്ട് വരുന്ന ഒരു രോഗമാണ് CNS ഡിമുലേറ്റിംഗ് ഡിസോർഡർ മൊഗാഡ്. അപ്പം ഞാൻ ഓർക്കണേ, ആൾക്കാർ ഇവിടെ വന്ന് പറയുമ്പോൾ എങ്ങനെ വായിക്കൊള്ളാത്ത പേരൊക്കെ പറയൂ എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ ഉണ്ടെന്ന് പറയാൻ തന്നെ നമുക്ക് പറ്റണത്. അപ്പം പിറ്റേ ദിവസം ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു അവൻ്റെ വിരലിലൊന്ന് പിടിക്കാൻ പറഞ്ഞു. പക്ഷെ അവൻ്റെ വിരലിൽ പിടിച്ച് മാതാവിൻ്റെ കാശുരൂപം കൂട്ടിയാണ് പിടിച്ചത്. പെട്ടെന്ന് അവൻ വളരെ ശക്തമായിട്ട് എൻ്റെ കൈമേ പിടിക്കുകയും 3 മാസം എന്ന് പറഞ്ഞത് 3 ആഴ്ച കൊണ്ട്, അത് അവിടെ കിടക്കണം എന്ന് പറഞ്ഞാൽ 8ാം ദിവസം വീട്ടിലോട്ട് 1 മാസം അവിടെ കിടന്ന് അവന് ഫിസിയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് 1 ദിവസം പോലും അവിടെ കിടത്താതെ വീട്ടിൽ വന്ന ഒരാഴ്ച ഫിസിയോതെറാപ്പി ചെയ്ത് പിന്നെ പിറ്റേ ആഴ്ച 3ാമത്തെ ആഴ്ച ഡോക്ടറെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ തന്നെ ഇപ്പോൾ നടന്ന് ചെല്ലണ കണ്ടപ്പോൾ ഡോക്ടർക്ക് അതിശയം. ഇവൻ്റെ പെരുവിരലിൽ പോലും നടത്തി നോക്കി. കാരണം ആ വിരലിൽ നടക്കാൻ നമുക്ക് അത്രയും ഇതുണ്ടെങ്കിലല്ലേ സാധിക്കുള്ളൂ. പെരുവിരലിൽ നടത്തി നോക്കിയപ്പോൾ ഇവൻ നടന്നു. എൻ്റെ മോന് മാതാവ് അങ്ങനെ 3 മാസത്തിൽ എനിക്ക് നടക്കുമെന്ന് പറഞ്ഞത് 3 ആഴ്ചയ്ക്കുള്ളിൽ അവൻ എനിക്ക് നടന്നു. എന്നെ കാണിച്ചു തരാനായിട്ട് പിറ്റേ പ്രാവശ്യം ഞാൻ ടെസ്റ്റിന് ചെന്നപ്പോൾ ഈ ഒരു പ്രായത്തിലുള്ളൊരു മകള് അവിടെ വന്നേക്കണ്. അതിന് ഇതേ സെയിം അസുഖമായിട്ട് അരയ്ക്ക് കീഴ്പോട്ടാണ്. അതിൻ്റെ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ. അപ്പം അങ്ങനെ ആ കൊച്ച് എനിക്ക് നടക്കാതെ ഇങ്ങനെ ഇരുന്ന് പെട്ടെന്ന് എല്ലാവരും കൂടി അതിൻ്റെ കഷത്ത് കൈയിട്ടുണ്ടും ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് പറ്റിയതാ മോൾക്ക് ഇന്ന അസുഖമാണോ? അപ്പം ഇതാണ്. എത്ര നാളായി മോൾക്ക് ഇത് വന്നിട്ട്? 3 മാസം കഴിഞ്ഞു. 3 മാസം കഴിഞ്ഞ് ആ കുഞ്ഞിന് ഇപ്പോഴും ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറി നടക്കാനായിട്ട് സാധിക്കണില്ല സ്വയം. അപ്പം എൻ്റെ മകനെ മാതാവ് അതിനേറെ സ്പർശിച്ചു. അതുകൊണ്ട് പെട്ടെന്ന് എൻ്റെ മകന് സൗഖ്യം മാതാവ് അനുഗ്രഹിച്ചു. അങ്ങനെ മാതാവ് തന്ന ഒരുപാട് കാര്യങ്ങൾ എനിക്കുണ്ട്. എനിക്കും നിരവധിയായ രോഗസൗഖ്യങ്ങളൊക്കെ തന്ന് മാതാവ് അനുഗ്രഹിച്ചിട്ടുണ്ട്. നെഞ്ചിലുവേദനയൊക്കെ വന്നാൽ നമ്മൾ ഹോസ്പിറ്റലിൽ ഒക്കെ പോയി എല്ലാം കാണിച്ചു കഴിഞ്ഞാലും ഒന്നും എന്താണെന്നറിയില്ല. അവർ പറയും നമ്മുടെ സംശയമാണ്, ഇങ്ങനെ തോന്നലാണെന്നൊക്കെ പറയും. പക്ഷെ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു, ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്കും അങ്ങനെ രോഗസൗഖ്യങ്ങളൊക്കെ തന്നു. അങ്ങനെ എല്ലാം തന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം, പത്രം ആസ്പത്രികളിലും റോഡിലും പിന്നെ വീടുകളിലൊക്കെ കൊണ്ടുപോയി വിതരണം ചെയ്യാറുണ്ട്. പിന്നെ കാരുണ്യപ്രവൃത്തി ഞാൻ അങ്ങനെ മകന് വന്ന ഐസിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നപ്പോഴാണ് ഇതേപോലെ വേദനിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് നമുക്ക് മനസ്സിലാവണം. അവൻ്റെ ഓരോ കാര്യത്തിന് ഞാൻ ചെല്ലുമ്പോൾ എന്നെല്ലായതും അവനും ഇത്ര വേഗം സൗഖ്യം കിട്ടി. 3 മാസം എന്ന് പറഞ്ഞിട്ട് പിറ്റേ മാസം അവനിവിടെ ജപമാല റാലി ഉണ്ടായപ്പോൾ അതിൽ പങ്കെടുത്ത് ഇത്രയും വഴി അവന് നടക്കാൻ സാധിച്ചു. അങ്ങനെ അമ്മ മാതാവ് തന്ന അനുഗ്രഹത്തിന് 1000 നന്ദി. കാരുണ്യപ്രവൃത്തികൾ ഞങ്ങളിലാവുന്നത് എല്ലാവർക്കും ഞങ്ങൾ പൈസയായിട്ടും അല്ലാതെയും എല്ലാവർക്കും രോഗികളെ പോയി സന്ദർശിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതാണ് എനിക്ക് അമ്മ മാതാവ് തന്ന അനുഗ്രഹം. കുർബാനയിൽ ഈ 1 വർഷക്കാലം ഈ ആസ്പത്രിയൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി നടന്ന് കുർബാനയിൽ യൂട്യൂബ് വഴി എന്നും കുർബാനയിലൊക്കെ കൂടുമായിരുന്നു. പിന്നെ കുമ്പസാരം ഇപ്പോൾ വന്ന് കുമ്പസാരത്തിൽ ഉണ്ട്. ചിലപ്പോൾ മാസത്തിലൊരിക്കലായിരിക്കും, ചിലപ്പോൾ സാധിക്കുന്ന പോലെ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരം ഉണ്ട്. പിന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എന്നും മുടങ്ങാതെ ചൊല്ലുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഇതാണ് മാതാവ് തന്ന അനുഗ്രഹം.